കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. വരവൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇനി ഹൈടെക് പഠനകാലം. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ലാപ്ടോപ്പ് സ്കോളർഷിപ്പ് വിതരണ പദ്ധതികൾക്ക് തുടക്കമായി. ചേലക്കര MLA UR പ്രദീപ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കോളർഷിപ്പും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും കൊടുക്കാൻ വേണ്ടി ഉള്ള പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അംഗീകാരം തേടി വെച്ച് അന്ന് ഭരണസമിതിയുടെ കാലാവധി കഴിയുകയുണ്ടായി. പുതിയ ഭരണസമിതി സമയബന്ധിതമായി അന്നുണ്ടാക്കിയ പദ്ധതികളെല്ലാം സമയബന്ധിതമായി നാടിന് സമർപ്പിക്കേണ്ട ഭാഗമായി ഈ പദ്ധതിയും ഇന്ന് നമുക്ക് 10 പേർക്കുള്ള ലാപ്ടോപ്പും 21 പേർക്കുള്ള സ്കോളർഷിപ്പും നമുക്ക് ഈ രംഗത്ത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് സർക്കാരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളെല്ലാം വെക്കുന്നത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, NIF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിമിൽ നമ്മൾ 300 രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ 74 എണ്ണം ഇന്ത്യയിൽ 74 പ്രധാനപ്പെട്ടതും കേരളമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനകീയ ആസൂത്രണം 2025-26 പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്ത് പകരുകയാണ് വരവൂർ ഗ്രാമപഞ്ചായത്ത്. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ലാപ്ടോപ്പുകളും ഉന്നത പഠനത്തിനുള്ള സ്കോളർഷിപ്പുകളുമാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NS സജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TY അഷ്റഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV വാപ്പുട്ടി, VK പുഷ്പ, പ്രീതി ഷാജു, AM ഷംനാസ്, MK ഷെറീന, പഞ്ചായത്ത് സെക്രട്ടറി MK ആൽഫ്രഡ്, അസിസ്റ്റന്റ് സെക്രട്ടറി CR അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡിജിറ്റൽ പഠനകാലത്ത് വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാകുന്നതാണ് പഞ്ചായത്തിന്റെ ഈ സ്മാർട്ട് ഇടപെടൽ.